ദൈവവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു അവസരം കൂടെ നമ്മുടെ മുൻപിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കും സ്നേഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റിക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവാത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ചിന്താ വിഷയം വിശ്വാസം എന്ന കാര്യമാണ്. അതോടൊപ്പം ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു, വാസ്തവമായി നമ്മൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നമ്മെ എവിടെ കൊണ്ടെത്തിക്കുന്നു? എന്തിനെക്കുറിച്ചുള്ളതായ വിശ്വാസമാണ് നമുക്കുള്ളത്? നമ്മളിൽ പല ഉത്തരം ഉരുത്തിരിഞ്ഞേക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവാത്മാവ് ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എബ്രായ സഭയോട് ചേർത്തിണക്കി നമ്മളോട് സംസാരിക്കുവാനാണ്. ആധാരമായി ദൈവം തന്നിരിക്കുന്ന വചനം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. 2-ാം വാക്യം അവിടെ രേഖപ്പെടുത്തുകയാണ്, ഇതിനാലല്ലോ പൂർവന്മാർക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം വേണം. എന്ത് സാക്ഷ്യമാണോ? വാസ്തവമായി നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസമുള്ളവരാണ്. അങ്ങനെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും വെമ്പൽ കൊള്ളുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മളിൽ 2 കാര്യം ഉള്ളവരാകണം. 1 ആശയുള്ളവരാകണം. 2 കാണാത്ത കാര്യങ്ങളുടെ ആകൃതി എന്താണെന്ന് ഒരു ഉറപ്പ്, ഒരു നിശ്ചയം വേണം. തർക്കമില്ലാത്ത നിശ്ചയം. ദൈവത്തിന് മഹത്വം. ഈ തരുണത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാക്ഷ്യം ലഭിച്ച പൂർവന്മാർ ചെന്നെത്തിയതായ പാത അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണെന്ന് അറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ടുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം. അവരതിനു വേണ്ടി കാത്തിരുന്നു വിശ്വാസത്താൽ. അപ്പോൾ അടിസ്ഥാനമുള്ള നഗരത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി. അതിനു മുമ്പ് അടിസ്ഥാനമില്ലാത്ത ഈ ഭൂമിയിലുള്ള നഗരത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടായി. ഇതെല്ലാം ഇളകുന്ന രാജ്യമാണ്, ഇളകുന്ന പട്ടണങ്ങളാണ്. ഇതിന് അടിസ്ഥാനങ്ങളില്ല. കാരണം ഗോളാകൃതിയിൽ, വൃത്താകൃതിയിൽ ഉള്ളതായ ഉരുണ്ട ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്ന സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഉദ്ദേശം കാലങ്ങളും സമയങ്ങളും രാത്രികളും പകലും ഒക്കെ അതിന് നിശ്ചയിക്കപ്പെടുവാൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശധാരകൾ അതിലേക്ക് പതിച്ച് ഓരോ സമയങ്ങൾ ക്ലിപ്തമായി രേഖപ്പെടുത്തുവാൻ മനുഷ്യജാതിയെ സഹായിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇളക്കമില്ലാത്തൊരു രാജ്യം, ഇളക്കമില്ലാത്തൊരു പട്ടണം അതിന് അടിസ്ഥാനമുള്ളതായി വരുമ്പോൾ അടിസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് അതിന് സ്വയം കറങ്ങാൻ കഴിയുകയില്ല. ഇളക്കമുള്ള രാജ്യത്തിൽ നിന്ന് ഇളക്കമില്ലാത്ത രാജ്യത്തിലേക്കുള്ളതൊരു ട്രാൻസ്ഫർ. അതാണ് ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ വിശ്വാസം മൂലം നേടിയെടുത്തത്. അങ്ങനെ നേടിയെടുക്കുവാൻ അവരിൽ 2 അനുഭവം പ്രതിഫലിപ്പിക്കപ്പെട്ടു, പ്രാവർത്തികമാക്കപ്പെട്ടു. അവർക്കൊരാശയുണ്ടായി. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നവരെങ്കിലും വിശ്വാസമുള്ളവരെങ്കിലും നമ്മുടെ വിശ്വാസം ഏത് രീതിയിലുള്ള വിശ്വാസമാണ്? കേവലം ദൈവമുണ്ടെന്ന് മാത്രം വിശ്വസിക്കുന്നവരാണോ? ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അയ്യോ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കേവല വിശ്വാസത്തിൽ ദൈവത്തിന് വലിയ പ്രസാദമില്ല. അതിൻ്റെ അങ്ങേപ്പുറത്ത് നമ്മുടെ വിശ്വാസത്തിന് ഒരാശ. ആശ മാത്രമല്ല, ഈ ആശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരാകൃതി നമ്മുടെ മനസ്സിലുണ്ടാകണം. നോക്കൂ, നോഹയെ നോക്കൂ. നോഹയോട് ദൈവം സംസാരിച്ചപ്പോൾ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ലാത്ത പ്രളയം നോഹ തൻ്റെ ദൈവം കൊടുത്തതായ വചനത്തിൽ കൂടെ രാപകലില്ലാതെ പെയ്യുന്നതായ മഴ, അതുവരെയും ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. നോഹയുടെ ചരിത്രത്തിലെങ്ങും മഴ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടില്ലാത്ത മഴയെ തൻ്റെ ജീവിതത്തിൽ വിശ്വാസം മൂലം
യാഥാർത്ഥ്യമായി താൻ കാണുകയുണ്ടായി. വെള്ളം പൊങ്ങുന്നതും താൻ ഉണ്ടാക്കിയതായ പെട്ടകം, ആ വെള്ളത്തിന്മീതെ ഒഴുകി നടക്കുന്നതുമായ കാര്യങ്ങൾ നോഹ വിശ്വാസത്താൽ ദർശിച്ചു. അതാണ് നോഹയുണ്ടാക്കിയ പെട്ടകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, വെളിപ്പെടുവാനിരിക്കുന്ന ആ പട്ടണം തേജസ്സുള്ളതും മഹിമയുള്ളതും അടിസ്ഥാനങ്ങളുള്ളതും 4 കാലിലോ 12 കാലിലോ എത്രയെങ്കിലും അടിസ്ഥാനങ്ങൾ, കാലുകൾ, തൂണുകൾ കുഴിച്ചിട്ടാൽ ആ പട്ടണം പിന്നെ കറങ്ങാൻ സാധ്യമല്ല. അവിടെ ഉറപ്പിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഉറപ്പിക്കുന്നു? എന്തുകൊണ്ടാണ് അടിസ്ഥാനമുള്ളതായി അതിനെ സൃഷ്ടിക്കുന്നതെന്നറിയാമോ? അതിന് പ്രകാശത്തിന് വേണ്ടി ചുറ്റി നടക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ താൻ പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ. ഇങ്ങനെ പട്ടണങ്ങളായി വെളിപ്പെടുവാൻ പോകുന്ന ഇളക്കമില്ലാത്ത രാജ്യങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാപിക്കപ്പെടുവാൻ, നിർമ്മിക്കപ്പെടുവാൻ പോകുന്ന നമ്മളായ പട്ടണം, അതിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ പൗലോസ് പറയുകയാണ്, ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ ഒന്നും സാരമില്ല, അതിനോട് ഒത്തുപോകുന്നതല്ല. അതിലെത്രയോ മഹത്തായ കാര്യമാണ്, തേജസ്സാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ തേജസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടങ്ങളെ സന്തോഷത്തോടുകൂടെ സഹിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ദൈവം നമുക്ക് കൃപ പകരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഈ കാണുന്നതെല്ലാം ഇളക്കമുള്ളതാണ്, ഒന്നും നിലനിൽക്കുന്നതല്ല. ഈ ഭൂമിയിലെ കഷ്ടങ്ങളെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം കഴിഞ്ഞു പോകും. നമ്മൾ ഉറപ്പുള്ള പട്ടണത്തിൻ്റെ അവകാശികളായി, പട്ടണങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശോഭിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശയില്ലാത്ത മനുഷ്യർക്ക് എന്ത് ഉറപ്പാണുള്ളത്? ഒരാശയും ഇല്ലാത്തവർക്ക് എന്ത് വിശ്വാസമാണുള്ളത്? അതുമാത്രമല്ല, കാണാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാകൃതി കൊടുക്കണം. അതൊരു സാധാരണ വിഷയമല്ല. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആകൃതിപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നമുക്ക് ധരിക്കുവാൻ കഴിയില്ല. എന്നാൽ ഒരു മനുഷ്യനിൽ ഉറപ്പായ വിശ്വാസം കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം എന്ത് കൽപ്പിക്കുന്നോ അവൻ്റെ മുന്നിൽ ഒരാകൃതിയായി രൂപപ്പെടുന്നു. അവനായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച്, അവനിൽ വരുന്ന രൂപാന്തരത്തെക്കുറിച്ച് അവന് വലിയൊരു ഗ്രാഹ്യമുണ്ടാകുന്നു. അവൻ്റെ മനസ്സിലൊരു രൂപം വെളിപ്പെടുന്നു. ഞാൻ ഇന്നതായി വെളിപ്പെടും, ഇന്ന വ്യക്തിയായി മാറും, ഞാൻ കർത്താവിനെ പോലെയാകും, എൻ്റെ കഷ്ടങ്ങളൊക്കെ മാറും, എൻ്റെ ദുരിതങ്ങളെല്ലാം മാറും, എൻ്റെ കണ്ണുനീരെല്ലാം മാറും. സങ്കടമില്ലാത്തൊരു രാജ്യത്ത്, സന്തോഷപൂർണമായ ഒരു രാജ്യത്ത് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക മാത്രമല്ല, ആ വാസത്തെക്കുറിച്ച് അവൻ്റെ മുൻപിൽ ഒരു യാഥാർത്ഥ്യമായ കാഴ്ചപ്പാടുണ്ടാകുന്നു. ഇവ തമ്മിൽ സങ്കരിപ്പിക്കപ്പെടുമ്പോൾ ഉറപ്പും നിശ്ചയവും തമ്മിൽ കൂട്ടിമുട്ടി, തമ്മിൽ ചേർന്നുകൊണ്ട് അവനിൽ കൊടുക്കുന്ന രൂപമാണ് ദൈവം കൊടുക്കുന്ന സാക്ഷ്യം. ഇതിനാലല്ലോ പൂർവ്വ പിതാക്കന്മാർക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചത്. ഈ സാക്ഷ്യത്തെ ലഭിക്കുവാൻ ഈ പ്രഭാതത്തിലെ സന്ദേശം നമ്മെ സഹായിക്കണം. നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമായിട്ടില്ല, ആ വിശ്വാസം നമ്മെ ഒരു യാത്രയായി കൊണ്ടുപോകണം. എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാമോ? ഇളക്കമില്ലാത്ത രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കണം. നമ്മുടെ വിശ്വാസം നമ്മെ എങ്ങും എത്തിക്കാത്ത വിശ്വാസമാണെങ്കിൽ, വഴിക്ക് വെച്ച് നമ്മെ തകർത്ത് കളയുന്ന വിശ്വാസമാണെങ്കിൽ, വാസ്തവമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എബ്രായ സഭയ്ക്ക് വിശ്വാസത്തെക്കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അവർക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എന്താണ് ഈ വിശ്വാസം? വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കേവലം വിശ്വാസം എന്നൊരു വാക്കിൽ മാത്രം ഒന്ന് നിലനിൽക്കുന്നതാണോ, അതോ അതിൽ കവിഞ്ഞ് അതിൻ്റെ അങ്ങേപ്പുറത്ത് വാസ്തവമായ വിശ്വാസത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടോ, ഒരനുഭവമുണ്ടോ എന്ന് എബ്രായ സഭയിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉയർന്നു കാണും. അതിനുത്തരമായിട്ടാണ് അവരോട് പറയുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല വിശ്വാസം. അതിന് വേറൊരു രൂപമുണ്ട്, വേറൊരു അനുഗ്രഹമുണ്ട്, വേറൊരു അനുഭവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നമ്മളിൽ ഒരാശ, വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഒരാശയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ആ ആശ അവനിൽ പെരുകും. എനിക്ക് ഇന്നതാകണം, ഇന്നതുപോലെ ആകണം
ഇന്ന വ്യക്തിയാകണം, ഇന്ന സ്ഥാനത്തെത്തണമെന്നുള്ള ഒരു ആശ. അങ്ങനെ ആശ അവനിൽ പെരുകി വരുമ്പോൾ എന്താണ് ഈ ആശിക്കുന്നത് എന്നുള്ളതായ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ കണ്ടിട്ടില്ല എങ്കിലും അവനിലൊരു നിശ്ചയം, അതിൻ്റെ ആകൃതിപരമായ ഒരു നിശ്ചയം അവനുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാര്യങ്ങളുടെ പൂർണ്ണമായ ഗൗരവപൂർണതയിലേക്ക്, പൂർണ്ണമായ അതിൻ്റെ സ്ഥാനത്തേക്ക് അവൻ വന്ന് നിൽക്കത്തക്കവണ്ണം അവൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ കൽപ്പിക്കപ്പെടുന്നു. ആ പെട്ടകം എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്, അവൻ്റെ കുടുംബവും നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു, എങ്ങനെ അതിൽ രക്ഷപ്പെടുന്നു എന്നുള്ളതായ വാസ്തവമായ ഒരു കാഴ്ചപ്പാട്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മൾ വിശ്വാസമുള്ളവരായിരുന്നിരിക്കാം, വിശ്വസിക്കുന്നവരായിരിക്കാം, അനേക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള വിശ്വാസമായിരിക്കാം ഏറിയ പങ്കും ആൾക്കാരിൽ പ്രതിഫലിക്കുക. എങ്കിലും കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വിശ്വാസം. എന്താണെന്നറിയാമോ? ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ്. നാം ആശിക്കുന്ന കാര്യങ്ങൾ ഇളക്കമില്ലാത്ത രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണെങ്കിൽ ആ പ്രവേശനധാരയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുവാൻ നമ്മുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. ആ കരം നമ്മളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്തോറും ആ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാർന്ന ആകൃതി നമ്മുടെ ഹൃദയത്തിൽ പൊന്തി വരുന്ന, നമ്മുടെ കൺമുമ്പിൽ കാണുന്നതായ, വിശ്വാസ കണ്ണുകളാൽ കാണുവാൻ കഴിയുന്നതായ ഒരു ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തി, നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം എന്ന ഒരാശയം നിങ്ങളിൽ പ്രകാശിപ്പിച്ചതിന് ശേഷം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാർന്ന, എതിർപ്പുമില്ലാത്ത, അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങളുടെ തർക്കമില്ലാത്ത ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ ഈ പ്രഭാതവചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വിശ്വാസമുള്ളവരായി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. God bless you.